ഗുഡ് മോർണിംഗ്. നോക്കിയ മുറ്റത്ത് പോയ നല്ല വൈകുന്നേരം തുറന്നു വെച്ചതാണ്. ആശാനോട് കൂട്ടാൻ മറന്നുപോയോ എന്നൊരു സംശയം. കുറച്ച് കഴിഞ്ഞിട്ട് ആരെക്കൊണ്ടെങ്കിലും ഒന്ന് വിളിപ്പിക്കണം. ആരെക്കൊണ്ടാപ്പോൾ വിളിപ്പിക്കുക? ഇവിടുത്തെ കൗൺസിലർ കൊണ്ട് വിളിപ്പിക്കുക. തൽക്കാലം നമുക്ക് അത് ചെയ്തു നോക്കാം. കൗൺസിലർ പറഞ്ഞാൽ ഇത് ചിലപ്പോൾ മതിയാവും. ഇനി കൗൺസിലർ പറഞ്ഞിട്ട് കേട്ടില്ല വെച്ചാൽ നമുക്ക് MLA കൊണ്ട് വിളിപ്പിക്കാം. അതേ ഒട്ടുക്കമറ്റ മഴയാണ് ഗായ്സ്. എനിക്ക് തോന്നുന്നതാ മൂപ്പരോട് പൈപ്പ് തുറന്ന് വെച്ചിട്ട് കൂട്ടാൻ മറന്നുപോയി തോന്നുന്നു. ഡേ ചെങ്ങായി, വൈകുന്നേരം ഞാൻ തുറന്നു വെച്ചതാ, ഒന്ന് ഓഫാക്കടേ. വെള്ളം തീർന്നു പോകുന്നുള്ള, വെള്ളം അമൂല്യമാണ് എന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത ഒരു ദൈവം. എന്തല്ലേ പറയാ, ഒട്ടുക്കമട്ട മഴ. ജൂൺ ഇങ്ങോട്ടായില്ല, അപ്പോഴേക്കും മഴ തുടങ്ങിയാൽ ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെ. വിഷുവിൻ്റെ അന്ന് കണിക്കൊന്ന എവിടെയും കിട്ടാനില്ല. പക്ഷെ വിഷുവിൻ്റെ 2 മാസങ്ങൾക്ക് മുമ്പ് എവിടെ നോക്കിയാലും കണിക്കൊന്ന. സൈക്കോപാത്ത്. ജൂൺ ആയിട്ടില്ല, മെയ് ആയിട്ടാണ്. ഇനി മൂപ്പരുടെ കലണ്ടറിൽ ജൂൺ ആണോ എന്നുള്ളതും അറിയാൻ പറ്റില്ല. പൊതുവെ ജൂണിലല്ലേ മഴ വരിക, ഇതെന്തിനാ ഇപ്പോഴേ മഴ? ചിലപ്പോൾ ജൂണിൽ മൂപ്പർക്ക് എവിടെയെങ്കിലും പോകാനുണ്ടാവും. ഒരു മാസം ഇത്ര മഴ പെയ്യിക്കണമെന്ന് മൂപ്പർക്ക് കണക്കുണ്ടാവും. അതുകൊണ്ട് കുറച്ച് നേരത്തെ അങ്ങ് പെയ്യിച്ചതായിരിക്കും. എന്തൊക്കെയോ പരിപാടി, എവിടേക്കോ പോകാനൊക്കെ പ്ലാൻ ചെയ്തതാ. ഈ ചീഞ്ഞ മഴയത്ത് എങ്ങോട്ട് പോകാനാടേ ഞാൻ? കണ്ടില്ലേ ഇന്നലെ പെയ്യുന്ന പെയ്ത്താണ്. കുറച്ചെങ്കിലും ചിന്തിക്കണ്ടേ? ഇനിയിപ്പോൾ എവിടൊക്കെ വെള്ളം കയറി, എവിടൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഇങ്ങനെ കേൾക്കാം. പണ്ട് മഴ എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമായിരുന്നു. ഇപ്പം മഴ എന്ന് പറയുന്നത് പണ്ടാരം ഓഫാക്കിയാൽ മതിയായിരുന്നു എന്നാ. ഏതായാലും ഞാൻ കൗൺസിലറെ കൊണ്ടൊന്ന് വിളിപ്പിച്ച് നോക്കട്ടെ, അതൊന്ന് ഓഫാക്കാൻ പറ്റുമോ എന്നുള്ളത്. കാരണം നമ്മളൊന്നും വിളിച്ചാൽ എവിടെയും എന്താ പറയുക, മുൻഗണനകളുണ്ട്. സെലിബ്രിറ്റീസ് വിളിക്കണം, നമ്മൾ പാവപ്പെട്ട സാധാരണക്കാരി ഞാൻ മുടി കളർ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ ഇങ്ങനെ എടുത്തിട്ടത്. എഴുന്നേറ്റ് വരുന്ന വരിക യക്ഷിയുടെ മാതിരി. ഞാൻ തന്നെ ഫോൺ തുറന്നപ്പോൾ ഞാൻ തന്നെ പേടിച്ചു പോയി. ഞാൻ തന്നെയാണോ അതോ യക്ഷിയാണോ? എൻ്റെ കർത്താവ്, എൻ്റെ വരനിന്ന് കുളിക്കണോ? ഈ തണുപ്പത്ത് കുളിച്ചാ ദൈവം പോലും പൊറക്കൂല. ഒരു കഷ്ടാണ് എൻ്റെ ഗൈസ്, ഒന്നും പറയണ്ട. നല്ലൊരു കട്ടൻ ചായ, പഴംപൊരി. നിങ്ങളാരെങ്കിലും വിചാരിക്കും എനിക്ക് പഴംപൊരിയിൽ ആരെങ്കിലും എന്തെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടാവും? എനിക്ക് സംശയമുണ്ട് ഗായ്സ്. മഴ പെയ്ത അപ്പം എനിക്ക് പഴംപൊരി തിന്നണം തോന്നും. അതൊരു തരം അസുഖമാണോന്ന് ഞാൻ റിസർച്ച് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഗുളിക ഉറക്കത്തിൽ മോനെ കൊണ്ട് ജ്യൂസൊക്കെ അടുപ്പിച്ച് കുടിപ്പിച്ചിട്ടുണ്ട്. നിപ്പില്ലാത്ത മഴയല്ലേ. അപ്പോൾ ഏതായാലും നിപ്പില്ലാത്ത മഴയാണ്. എല്ലാവർക്കും ഹാപ്പി മഴയുടെ ചീഞ്ഞത്. ചൂടുള്ള സമയത്ത് അടച്ചോനെ ഒരു മഴ പെയ്യിക്കോ? സഹിക്കാൻ പറ്റുന്നില്ല ചൂട് എന്ന് പറയും. മഴ അങ്ങോട്ട് പെയ്താലോ പടച്ചോനെ അതൊന്നും ഓഫാക്കുമോ? ചളിയായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്ന്. നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവമാണ്, ഒന്നും മേലെ ഉറച്ചു നിൽക്കൂല. എന്ത് ചെയ്യാനാ? ഏതരായാലും മഴ പെയ്യട്ടെ, മഴക്കല്ലേ ഇപ്പം പെയ്യാൻ പറ്റുള്ളൂ. തടുപ്പ് ദേവൻ അങ്ങോട്ട് പോടെ. ദേ വന്നു.
എന്തരടേ ആലോചിക്കുന്നേ? ഇന്നലെ വൈകുന്നേരം ഓണാക്കി വെച്ചാ ഓഫാക്കാൻ പറഞ്ഞു. നീ കൗൺസിലറെ പോലെ പോയി ഒന്ന് പറയും, മൂപ്പരോടൊന്ന് ഓഫാക്കാൻ പറയാൻ. അരുണേട്ടൻ ചായ മേടിക്കാൻ പോവുക. എനിക്ക് പൊറാട്ട മതിയോ ചേട്ടാ? പൊറാട്ട. ഇന്നലത്തെ പഴംപൊരി ഉണ്ട് 2. കൊണ്ടല്ലോ പൈസ. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. ബീം തരികരുതോ. ഒരു പേസ്റ്റ് വാങ്ങണേ. ഒരു ബാത്റൂമിലെ പേസ്റ്റ് ഉള്ളൂ. ഞാൻ ഓനോട് കടം വാങ്ങി ഒന്ന് പൊടിക്കുന്ന മട്ട. പൈസല്ല ഈ പൈസ പോകുന്നൊരു പോക്കേ. അക്കൗണ്ടിൽ നിന്ന് എടുത്തോ. ഓരോ നേരത്തേക്ക് 500 രൂപ. പടച്ചോനെ. ചായ മേടിക്കാൻ പോവാ. അപ്പൊ ടാറ്റാ.